അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്കയും ചൈനയും വ്യാപാര കരാറിലെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകൾ. ചൈനയ്ക്ക് മേൽ ചുമത്തിയ പിഴ തീരുവ 10% കുറച്ച് ഡൊണാൾഡ് ട്രംപ്. അപൂർവ ഭൂമിധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യും. ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, ലോകം കാത്തിരിക്കുകയായിരുന്നു ഷീ ജിൻപിങ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച. മഞ്ഞുരുകൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി സംഭവിച്ചിരിക്കുകയാണല്ലോ. അടുത്തിടെ 150% വരെ നികുതി ഉയർത്തുമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതാണ്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണല്ലോ. തീർച്ചയായും മഞ്ജുഷ്, നവംബർ 1 മുതൽ ചൈനയ്ക്ക് മേൽ 155% പിഴ തീരുവ ചുമത്തും എന്നായിരുന്നു നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടെ US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം രൂക്ഷമാകുന്ന സാഹചര്യവുമുണ്ടായി. ഏതായാലും കയറ്റുമതി ഇറക്കുമതി കാര്യത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് വലിയ തോതിൽ ഇരു രാജ്യങ്ങൾക്കും പ്രതിസന്ധികൾ ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയതും. ഇന്ന് ദക്ഷിണ കൊറിയയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ. ചൈനയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 57% നിന്ന് 47%ആകും. 10% തീരുവ കുറച്ചെന്നാണ് ട്രംപ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇരുവരുടെയും കൂടിക്കാഴ്ച ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്നു. പ്രധാനമായും താരിഫ്, അതോടൊപ്പം തന്നെ സോയാബീൻ ഇറക്കുമതി, മറ്റൊന്ന് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി, ഫെനൻഡൈൽ അനധികൃത കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. ഈ 4 കാര്യങ്ങളിലെ ചർച്ചകളിൽ ആണ് തീരുമാനം ഉണ്ടായത്. നേരത്തെ US-ലേക്ക് വളഞ്ഞ വഴിയിലൂടെ ചൈന ഫെനൻഡൈൽ കടത്തുന്നു എന്ന തരത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അമേരിക്ക ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ട്രംപ് ചൈനയ്ക്ക് മേൽ 20% പിഴ ചുമത്തുകയും ചെയ്തു. ഇതിലാണ് 10% കുറച്ചിരിക്കുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ സോയാബീനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ. അമേരിക്കയുടെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ തോതിലുള്ള സോയാബീൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ചൈനയായിരുന്നു. നേരത്തെ വ്യാപാര തർക്കങ്ങൾ രൂക്ഷമായതോടെ സോയാബീൻ ഇറക്കുമതിയിൽ വലിയ നിയന്ത്രണങ്ങൾ ചൈന ഏർപ്പെടുത്തി. ഇറക്കുമതി മെയ് മാസത്തിന് ശേഷം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി. അവിടുത്തെ കർഷകരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും ആ തർക്കത്തിന് പരിഹാരമായിരിക്കുന്നു. സോയാബീൻ ഇറക്കുമതിയിൽ ചൈനയുമായി US ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നു. സോയാബീൻ ഇറക്കുമതി ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയാണ്. ലോകത്തെ തന്നെ അപൂർവ ധാതുക്കളിൽ 80% ചൈനയിലാണ്. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയുമായിരുന്നു. സെമി കണ്ടക്ടർ മുതൽ സ്മാർട്ട് ഫോണുകളുടെ വരെയുള്ളവയുടെ നിർമ്മാണത്തിന് ഇത് അത്യാവശ്യ ഘടകവുമാണ്. ഏതായാലും അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയുടെ കാര്യത്തിൽ ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് പിൻവലിക്കുന്ന തരത്തിൽ ഉള്ള തീരുമാനമാണ് ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. അപൂർവ ധാതുക്കൾ ആവശ്യത്തിന് സപ്ലൈ ചെയ്യും എന്ന ചൈനയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ താരിഫ് വിഷയം, അതോടൊപ്പം തന്നെ അപൂർവ ഭൂമിധാതുക്കളുടെ വിഷയം, സോയാബീൻ വിഷയം, ഫെനൻഡൈലിന്റെ അനധികൃത കടത്ത്, ഇത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, ആവശ്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ചൈനയുടെ ശക്തമായ വിലപേശൽ ശേഷിക്കുള്ള ഒരു അംഗീകാരം കൂടിയായി മാറിയിരിക്കുകയാണല്ലോ. തുടർച്ചയായിട്ട് ട്രംപിന്റെ ഭീഷണികൾ വന്നതാണ്. പക്ഷേ ഈ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയ്ക്കുള്ള വിലപേശൽ തന്ത്രം അത് ഫലവത്താവുക കൂടി ചെയ്തിരിക്കുകയാണല്ലോ അല്ലേ കാർത്തിക്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ട്രംപിന്റെ ഏഷ്യ സന്ദർശനത്തിൽ ഏറ്റവും നിർണായകമായിരുന്നത് ചൈനയുമായി ഈ വ്യാപാര കരാർ തന്നെയായിരുന്നു. പ്രാഥമിക ചർച്ചകൾ നേരത്തെ തന്നെ മലേഷ്യയിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ നടത്തിയിരുന്നു. അതിൽ ഏറെക്കുറെ പ്രാഥമിക ധാരണകളിലെത്തി. അതിലൊരു അന്തിമ രൂപമാക്കാനാണ് ഇന്ന് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരും അതോടൊപ്പം തന്നെ മറ്റ് നയതന്ത്ര പ്രതിനിധികളും ഈ ചർച്ച നടത്തിയത്. സ്വാഭാവികമായും വ്യാപാര യുദ്ധം രൂക്ഷമായതോടെ അമേരിക്ക പല മേഖലകളിൽ വലിയ പ്രതിസന്ധി നേരിട്ടു. അതിലേറ്റവും പ്രധാനം കാർഷിക മേഖലയിൽ, സോയാബീനുമായി ബന്ധപ്പെട്ട മേഖലയിൽ, അതോടൊപ്പം തന്നെ ചോളവുമായി ബന്ധപ്പെട്ട മേഖലയിൽ, അതോടൊപ്പം തന്നെ താരിഫ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചതോടെ ചില നിയന്ത്രണങ്ങൾ ചൈനയും ഏർപ്പെടുത്തി. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈനയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മറ്റു മാർഗങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ പല രാജ്യങ്ങളുമായിട്ടും യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളുമായി അപൂർവ ഭൂമിധാതുക്കളുടെ കാര്യത്തിൽ പല കരാറുകളും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതെല്ലാം ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാറാണ്. വേഗത്തിൽ റിസൾട്ട് ഉണ്ടാകുന്നതല്ല. കാരണം ഖനനമടക്കം പൂർത്തിയാക്കി ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തായാലും ഈ അടിയന്തരമായി ചൈനയുമായി ഉള്ള വ്യാപാര കരാറിൽ ഏർപ്പെടാൻ തന്നെ പ്രധാന കാരണം ഈ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ്. ഏതായാലും നേരത്തെ പോർട്ട് ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്ക ചൈനയ്ക്ക് മേൽ ചില
നികുതികൾ ചുമത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് തീരുമാനം എന്ന് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കണം. എന്തായാലും ചൈനയ്ക്ക് മേൽ അമേരിക്ക ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വന്നു. പ്രത്യേകിച്ച് ഒരു സമ്മർദ്ദത്തിലൂടെ ചൈനയ്ക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്തിയതോടെ അത് ആഗോള സാമ്പത്തിക രംഗത്തും വലിയ തോതിലുള്ള പോസിറ്റീവായ ചലനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ശരി, വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോകം തന്നെ കാത്തിരുന്ന ഒന്നാണ് ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച. ഒരു വ്യാപാര യുദ്ധത്തിന് കൂടിയാണ് ഇപ്പോൾ അന്ത്യമാകുന്നത്.